നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ചേച്ചി, ആ കേട്ട ശബ്ദം എന്റെ മോളുടെയോ? ഞാനും അവളും കൂടിയോ അമ്മയ്ക്കും മോക്കും വേണ്ടിയിട്ടുള്ള പാട്ട് പാടിയിരിക്കുന്നത്? ശ്രീ, ഒരുപാട് നാളുകൾക്ക് ശേഷം മനസ്സുകൊണ്ട് ഞാനൊരു പാട്ട് പാടി തീർത്തത് ഇന്നോ. താങ്ക് യു മാഡം. നമുക്ക് ഈ സോങ് മുഴുവനായിട്ടൊന്ന് കേട്ടാലോ? കേൾക്കാമോ? ക്ലെയിം. എടോ, കുഴപ്പം വല്ലതും ഉണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞില്ലേ, മനസ്സുകൊണ്ട് പാടിയതാ. അത് തന്നെയാ കാര്യം. വല്ലാതെ ഫീൽ ചെയ്തിട്ടുണ്ട് മാമിന്. അതെ, ശ്യാമ മാഡം പറഞ്ഞതൊക്കെ നമുക്ക് പബ്ലിസിറ്റിക്ക് ഉപയോഗിക്കണം കേട്ടോ. ഇത്രയും വലിയൊരു പാട്ടുകാരി ഇങ്ങനെയൊക്കെ പറയുമ്പോ അത് പുറം ലോകം അറിയണ്ടേ? അത് നമുക്ക് നോക്കാം സാർ. എനിവേ, എല്ലാം ഭംഗിയായിട്ട് അവസാനിച്ചു. ശ്യാമേ, ഇത്രയും നാളും തിരഞ്ഞിട്ടും കണ്ടില്ല. ഇപ്പൊ ഞാൻ അറിയാതെ ഇവിടെ എത്തി. എന്റെ കൂടെ പാടി. ചേച്ചി, ആ കേട്ട ശബ്ദം എന്റെ മോളുടെയോ? ഞാനും അവളും കൂടിയോ അമ്മയ്ക്കും മോക്കും വേണ്ടിയിട്ടുള്ള പാട്ട് പാടിയിരിക്കുന്നത്? എന്നിട്ടും ഞങ്ങൾ തമ്മിൽ കണ്ടില്ല. തിരിഞ്ഞു കണ്ടുപിടിക്കാനുള്ള എല്ലാ മാർഗങ്ങളും നമ്മുടെ മുന്നിലുണ്ടല്ലോ. പിന്നെ എന്തിനാ ശ്യാമ ഇങ്ങനെ വേദനിക്കുന്നത്? ശരിയാ,
മുമ്പൊക്കെ അകലെ നിർത്തി കളിപ്പിച്ചിരുന്ന ദൈവം ഇപ്പൊ കൺമുന്നിൽ നിർത്തി കളിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവര് പറഞ്ഞത് കേട്ടില്ലേ, എന്നെ പോലെ ഉണ്ടെന്ന്. ശബ്ദം കേട്ടപ്പോ ചേച്ചിയും പറഞ്ഞില്ലേ എന്നെ പോലെ ഉണ്ടെന്ന്. എല്ലാം ശരിയാ. ശ്യാമ നോക്കിക്കോ, കൂടിപ്പോയാൽ ഈ പാട്ട് പുറത്തു വരുന്നത് വരെ. അതിനപ്പുറം ഈ കുട്ടിക്ക് ഒളിച്ചിരിക്കാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നത് നിങ്ങൾ അമ്മയും മോളും കണ്ടുമുട്ടുന്നത് ഏതെങ്കിലും ഒരു വലിയ വേദിയിൽ വെച്ചിട്ടായിരിക്കും. വലിയൊരു സദസ്സിനെ സാക്ഷിയാക്കി നിങ്ങൾ ഒന്നു ചേരും. ചേച്ചിയുടെ വാക്ക് ഫലിക്കട്ടെ. പുറത്തേക്ക് ഞാൻ കരയുകയാണെങ്കിലും എന്റെ ഉള്ളിലെ സന്തോഷം പറഞ്ഞു തീരില്ല. എന്റെ മോള് എന്നെ പോലെ, എല്ലാ അർത്ഥത്തിലും എന്നെ പോലെ. ഗുഡ് മോർണിംഗ്. ആരാ? ഹെൽത്ത് സെന്ററിൽ നിന്നാ ആരോഗ്യ സെൻസസ് എടുക്കാൻ. അത് ഒരു മാസം മുമ്പ് എടുത്തു പോയതാണല്ലോ. അതെ, അതിനുശേഷവും പല വീടുകളിലും പുതിയ മെമ്പർമാര് വന്നിട്ടുണ്ടല്ലോ. വിവാഹം കഴിച്ചു കൊണ്ടുവന്നവരും വിദേശത്ത് നിന്ന് വന്നവരും ഒക്കെ. അവരുടെ ഡീറ്റെയിൽസ് എടുക്കാനാണ് ഈ സർവേ. ഇവിടെ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ഇപ്പൊ പുതിയൊരു മെമ്പർ ഉണ്ട്. ഇവിടത്തെ വരന്റെ ഭാര്യ. ഈ അടുത്ത വിവാഹം കഴിഞ്ഞ്. ഓ, ആ കുട്ടിയുടെ പേരെന്താ? പ്രിയങ്ക. ഇവിടെ അടുത്തുള്ളതാണോ അതോ മറ്റു വല്ല ജില്ലയിൽ നിന്നും? ഇല്ല, അവരിവിടെ ശ്രീകൃഷ്ണപുരത്തുള്ളതാ. ശ്രീകൃഷ്ണപുരം, അതെനിക്ക് പരിചയമുള്ള സ്ഥലമാണല്ലോ. ഓ, അവിടെ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രമില്ലേ? ആ. അവിടെ ഒരു വലിയ പൂജാരി ഉണ്ട്. ദേവനാരായണ തിരുമേനി. അദ്ദേഹത്തിന്റെ മകളെയാ ഇവിടെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നത്. ആ കുട്ടി ഒന്ന് വിളിക്കാവോ? വിളിക്കാലോ. ഇതാണ് പ്രിയങ്ക. ഇവരിവിടെ ആരോഗ്യ സെൻസസ് എടുക്കാൻ വന്നതാ. വീട്ടിലെ പുതിയ മെമ്പർമാരെ കുറിച്ച് അന്വേഷിക്കാൻ വന്നതാണെന്ന്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.